ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. കാവിലെ ഉത്സവത്തിന് കുടുംബത്തിന്റെ അവകാശികളുടെ അടയാളമായ ഉടവാൾ രാജുവിന് എന്റെ കൈകൊണ്ട് നൽകി രാജുവിനെ ആദരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. എന്നാലും ആരായിരിക്കും ആ സ്ത്രീ? കാവിലെ ഉത്സവത്തിനെ കുറിച്ച് അവർക്കെങ്ങനെ അറിയാം? ഭീഷണിയുടെ സ്വരത്തിൽ എന്നോട് എന്റെ കുടുംബകാര്യം സംസാരിക്കാൻ മാത്രം ധൈര്യമുള്ള ആ സ്ത്രീ ആരാണ്? പത്മാവതി? അവളായിരിക്കില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയ അവൾക്ക് ഇതിലിപ്പോ എന്ത് കാര്യം? ചേട്ടാ, ആ ശേഖര, വാ. അവളുടെ കൈക്ക് വേണ്ട ഭാഗ്യത്തിന് പൊള്ളലൊന്നുമില്ല ചേട്ടാ. അവളോട് ഞാൻ ദേഷ്യപ്പെട്ടിരുന്നില്ല. രാജുവിന്റെ അച്ഛൻ പുറത്തുനിന്ന് എല്ലാം കേട്ടു. ചില നേരത്തെ എന്റെ ഈ മുൻകോപം അത് നിങ്ങൾക്കൊക്കെ ഭയവും വിഷമമാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ ശേര? അവൾ അമ്മയെന്ന് വിളിക്കുന്ന കേട്ടപ്പോ എന്റെ നിയന്ത്രണം നഷ്ടമായി പോയി. ചേട്ടന് മനസ്സിലാവുമല്ലോ, കയ്യിൽ ചൂട് ചായ വീണതിനേക്കാൾ ഋതുമൊക്കെ വിഷമമായത് ചേട്ടൻ വഴക്ക് പറഞ്ഞപ്പോഴായിരിക്കും. മനസ്സിലാകും ശേര. ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് മകൾക്ക് കൊടുക്കേണ്ട സ്നേഹമോ സ്ഥാനമോ വാത്സല്യമോ ഞാൻ അവൾക്ക് ഇതുവരെ നൽകിയിട്ടില്ല. എങ്കിലും അമ്മയില്ലാത്ത അവൾക്ക് വേറെ എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? ആഹാരത്തിനോ വസ്ത്രത്തിനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ചെറുപ്പം മുതൽ അവൾക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസം നൽകില്ലേ? ഇപ്പൊ അവളുടെ ഇഷ്ടത്തിന് ജീവിത പങ്കാളിയായി അവൾ ഒരാളെ തിരഞ്ഞെടുത്തപ്പോ അത് ഞാൻ അംഗീകരിച്ചു കൊടുത്തില്ലേ? എന്നിട്ടും അവളുടെ മനസ്സിൽ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലാത്ത ആ സ്ത്രീ ഉണ്ടെന്ന് തോന്നിയപ്പോ, ആ സ്ത്രീയെ തന്നെ ആണല്ലോ അവളുടെ ശരീരം വേദനിച്ചപ്പോ അറിയാതെ ആണെങ്കിൽ പോലും അവൾ അമ്മയെന്ന് വിളിച്ചെന്ന് കേട്ടപ്പോ എനിക്ക് ചേട്ടന് മനസ്സിലായി കാണുമല്ലോ, ഇത്രയും ചിന്തിച്ചിട്ടൊന്നും ആവില്ല ഋതുമോൾ അമ്മയെന്ന് വിളിച്ചത്. ചേട്ടൻ വെറുതെ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ആ ചേട്ടാ, ഞാൻ വന്നത് ചേട്ടനോട് മറ്റൊരു കാര്യം ചോദിക്കാനാ. എന്താ ശേര? ക്ഷേത്രത്തിലെ കാവിലോത്സവം നടത്തണമെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ? അതെ. കാവിലേക്ക് രാജുവിനെയും രാജുവിന്റെ കുടുംബത്തെയും ചേട്ടൻ ക്ഷണിച്ചത് ഉത്സവം കൂടാനാണോ അതോ? ഋതികയ്ക്ക് രാജുവിനെ ഇഷ്ടമായതുകൊണ്ടും അവളുടെ ഇഷ്ടത്തിന് രാജുവിനെ അവൾ വിവാഹം കഴിച്ചതുകൊണ്ടും മാത്രമാണ് രാജുവിനെ ഞാൻ എന്റെ മരുമനായി അംഗീകരിച്ചതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലല്ല ഏട്ടാ. നമ്മുടെ കുടുംബത്തിലെ കുട്ടിയെ വിവാഹം കഴിക്കാനുള്ള എല്ലാ യോഗ്യതയും രാജുവിനുള്ളതുകൊണ്ട് ചേട്ടൻ രാജുവിനെ മരുമകനായി അംഗീകരിച്ചതെന്ന് എനിക്കറിയാം. പേരെടുത്ത തറവാട്ടിൽ ജനിച്ചവനല്ലെങ്കിലും ബാങ്ക് ബാലൻസിന്റെയും സ്വത്തിന്റെയും കാര്യത്തിൽ വളരെ പിന്നിലാണെങ്കിലും രാജുവിന്റെ സ്വഭാവ ഗുണവും കാര്യക്ഷമതയും ബോധ്യമായതുകൊണ്ട് ഋതുമോളുടെ ഭർത്താവായി രാജുവിനെ ചേട്ടൻ അംഗീകരിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ശരിയല്ലേ ഏട്ടാ? അതെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബ സ്വത്തുക്കൾ വീതം ചെയ്താൽ അതിലൊരു വലിയ പങ്ക് നിനക്കും അവകാശപ്പെട്ടതാണ്. പക്ഷേ ഒന്നും വീതം വെച്ച് മുറിച്ചു മാറ്റി നമ്മളൊക്കെ 4 വഴിക്ക് തിരിഞ്ഞു പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? എനിക്കും അതേ അഭിപ്രായമേ ഉള്ളത് ഏട്ടാ. സ്വത്തുക്കൾ ഭാഗം വെച്ചാലും ഇല്ലെങ്കിലും ഭൂരിഭാഗം വരുന്ന നമ്മുടെ സ്വത്തുക്കളുടെ അടുത്ത അവകാശി ഋതിക ആയതുകൊണ്ട് അവളുടെ ഭർത്താവായ രാജുവിന് നമ്മുടെ കുടുംബത്തിന്റെ പ്രധാന അവകാശിയായി നമ്മുടെ കുടുംബത്തിന്റെ ആചാരങ്ങൾ അനുസരിച്ച് ഈ കൊല്ലവർഷത്തെ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന കാവിലെ ഉത്സവത്തിന് കുടുംബത്തിന്റെ അവകാശികളുടെ അടയാളമായ ഉടവാൾ രാജുവിന് എന്റെ കൈകൊണ്ട് നൽകി രാജുവിനെ ആദരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക.
ചേട്ടനത് ചെയ്താൽ അത് ചേട്ടന്റെ സ്ഥാനം രാജുവിന് കൈമാറുക എന്നല്ലേ? ഒരുപാട് ആലോചിച്ച് ഞാനെടുത്ത തീരുമാനമാണത്. നീ അതിനോട് യോജിക്കുന്നുണ്ടോ ശേഖര? 100 വട്ടം ഞാൻ യോജിക്കുന്നു ചേട്ടാ. നമ്മുടെ സ്വത്തുക്കൾ സത്യസന്ധമായി കൈകാര്യം ചെയ്യാനും ചേട്ടന്റെ രാഷ്ട്രീയ പിൻഗാമിയാകാനും ഏത് കോണിൽ നിന്നും രാജുവിനെ എന്ത് രീതിയിൽ ആലോചിച്ചാലും എന്തിനും ഏതിനും ഉത്തമനായ ചെറുപ്പക്കാരനാണ്. പക്ഷെ ചേട്ടാ, എന്താ? അംബിക ചേച്ചി ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ചേച്ചി എതിര് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശേഖര? ഇല്ല ഏട്ടാ. ദീപകേ, മനസ്സിലായോടാ നിനക്ക്? മനസ്സിലായമ്മേ. വാടാ. അവളുടെ ആകാംക്ഷയോടുള്ള ആ ഇരിപ്പ് കണ്ടില്ലേ? എല്ലാവരുമേ അവന്റെ സൈഡാ, ആ രാജുവിന്റെ. അവനെ മഹാരാജാവായി വാഴിക്കാനാ എല്ലാവരും കാത്തിരിക്കുന്നെ. അതെ അമ്മേ. അമ്മേ, ചെറിയ മാവനും വന്നു. ശേഖരേട്ടാ, പ്രതാപേട്ട എന്തു പറഞ്ഞു? നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാ ചേട്ടൻ എന്നോട് പറഞ്ഞത്. ഉടവാള് രാജുവിന് കൈമാറി രാജുവിന് വേണ്ട ബഹുമതികളും അംഗീകാരവും നൽകാനാ ചേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈശ്വര, സത്യാണോ ശേഖരേട്ടാ? അതെന്നെ. ഒരു കുടുംബത്തിലെ ഉടവാള് കൈമാറുക എന്ന് വെച്ചാ പിന്നെന്താ അതിനർത്ഥം? ഓ, എനിക്ക് സന്തോഷായി. ചേട്ടന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പിൻഗാമിയായും ചേട്ടൻ രാജുവിനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, പ്രതാപേട്ടനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 100 അർത്ഥങ്ങൾ കാണും. അല്ലെങ്കിലും ഋതുമോളുടെ ഭർത്താവാകാനും ഈ കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും പിന്മുറക്കാരനാവാനും പ്രതാപേട്ടന്റെ രാഷ്ട്രീയ പിൻഗാമിയാവാനും എല്ലാത്തിനും മറ്റാരേക്കാളും യോഗ്യൻ രാജു തന്നെയാ. രാജുവിന്റെ സത്യസന്ധതയും ക്ഷമയും കാര്യപ്രാപ്തിയും വേറെ ആർക്കാ ഉള്ളത്? അതെ. ഇവരെ ഞാനെന്നും അടങ്ങി നിൽക്കടാ. അവര് പറഞ്ഞ കേട്ടില്ലേ? ചെറിയമ്മയായി പോയി. ഇല്ലെങ്കിൽ പൊണ്ടേ ഞാൻ അവരെ. ശേഖരേട്ടാ, അംബിക ചേച്ചിയും ദീപക്കും ചേട്ടനെടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിനെതിരെ പ്രത്യക്ഷത്തിലൊരു എതിർപ്പിനോ വഴക്കിനോ ചേച്ചി ഇറങ്ങി തിരിക്കില്ല. പക്ഷേ ഉത്സവം മുടക്കാനും ഉടവാൾ കൈമാറ്റ ചടങ്ങ് നടത്താതിരിക്കാനും ചേച്ചി ആവുന്നത്ര പരിശ്രമിക്കും.